ഈ ക്ഷേത്രാങ്കണത്തിലെത്തിയിട്ടുള്ള ഭക്തന്മാരെ, നാട്ടുകാരെ, സജ്ജനങ്ങളെ, ഏവർക്കും നമസ്കാരം. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയോടനുബന്ധിച്ച്, വ്യാസപൗർണിമയോടനുബന്ധിച്ച് നടക്കുന്ന സ്ത്രീശക്തി വൃന്ദം എന്നുള്ള ഒരു ദിവ്യമായ പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയിലെത്തിയിട്ടുള്ള പരിമള ചേച്ചി, അതുപോലെ വിശിഷ്ടാതിഥികളായ ക്യാപ്റ്റൻ ബാലചന്ദ്രൻ, അശ്വതി മണികണ്ഠൻ, അതുപോലെ തന്നെ മറ്റുള്ള വിശിഷ്ടാതിഥികളും എവർക്കും പ്രണാമം സമർപ്പിക്കുകയാണ്. ഇവിടെ കുറച്ചു കാലങ്ങളായി വലിയൊരു മഹത്തായ ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. എവർക്കും അറിയാം. ഈ വരാൻ പോകുന്ന നവംബർ മാസം 26-ാം തീയതി മുതൽ ഡിസംബർ 6-ാം തീയതി വരെ ഭാഗവസത്ര അമൃതോത്സവം എന്നുള്ള മഹത്തായ ഒരു ദിവ്യമായ യജ്ഞം നടക്കാൻ പോവുകയാണ്. അനേകമായിരം ഉപാസകന്മാരും സന്യാസി വര്യന്മാരും ശ്രേഷ്ഠരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതിലുപരി വിദ്യാർത്ഥികളും സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള വിവിധ മേഖലയിലുള്ള എല്ലാവരും ചേർന്ന് വലിയൊരു മഹായജ്ഞം നടക്കാൻ പോവുകയാണ്. അത് വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു സംഭവമായി മാറാൻ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൽ വളരെ ഇന്നത്തെ കലുഷിതമായ കാലഘട്ടങ്ങളിൽ ധാർമ്മിക മൂല്യങ്ങൾ ചുതി വരുമ്പോൾ ധർമ്മനിഷ്ഠയിലുള്ള സമൂഹത്തിലുള്ള സജ്ജനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകുമെന്നുള്ളത് നമ്മളുടെ ഒരു വലിയ സത്യമാണ്. ഇന്ന് പ്രത്യേകിച്ചും വ്യാസമഹർഷി ഇവിടെ ജയന്തിയായി കൊണ്ടാടും. നമുക്കറിയാം, ഗുരു പൂജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ തത്വം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഋഷിവര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള വേദശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം നമ്മൾക്ക് നൽകിയിട്ടുള്ള വ്യാസമഹർഷിയാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. ഗുരുവിനെ നാം ആചരിക്കുമ്പോൾ ഈ സമസ്ത ലോകത്തുള്ള എല്ലാ വിശ്വദേവന്മാരെയും സമസ്തശക്തികളെയും നമ്മൾ നമസ്കരിക്കുകയും അവരുടെ അനുഗ്രഹം നേടുകയും ഉള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഈ ദിനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ എത്തുന്നത് തന്നെ വലിയൊരു ഗുരുകാരുണ്യം തന്നെയാണ്. ഇവിടെ രാവിലെ മുതൽ നടന്നിരിക്കുന്ന മഹത്തായ വ്യാസ പൗർണിമയോടനുബന്ധിച്ച് നടന്നിട്ടുള്ള വേദപാരായണം, അതിനോട് ചേർന്ന് പുരുഷസൂക്ത ഹോമം, അതിനുശേഷം വിളക്ക് പൂജ, ലളിതാ സഹസ്രനാമം എല്ലാം കൂടി സംയോജിപ്പിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ഒരു ദിവ്യമായ ഊർജം നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു മഹത്തായ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഭാരതത്തെ യഥാർത്ഥമായി അറിയാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, അത് പഠിപ്പിച്ചു തരുവാൻ ഇന്നത്തെ സമൂഹത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല. ഈ സന്ദർഭത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ സന്നിധിയിൽ വെച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു സമിതിക്ക് അല്ലെങ്കിൽ ഒരു ദിവ്യമായ ഒരു പ്രവർത്തനത്തിന് കഴിഞ്ഞ ജൂലൈ മാസം 4-ാം തീയതി അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അത് നമ്മൾ ഈ യജ്ഞത്തോടുകൂടി ലോകമെമ്പാടും അറിയുന്ന ഒരു ദിവ്യ പ്രവർത്തനമായി മാറണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അതിനുള്ളിലുള്ളത്. കാരണം ഇന്ന് നമ്മൾക്കറിയാം, സ്ത്രീ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനമാണ്, അറിവാണ്, കഴിവാണ്, ശക്തിയാണ്, ഊർജമാണ്. സ്ത്രീ ഇല്ലെങ്കിൽ പ്രപഞ്ചം പോലും ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ന് സ്ത്രീകളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ അടിമപ്പെട്ട് സ്ത്രീ എന്നത് ചവിട്ടി മതിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചവിട്ടി മതിച്ചാലും സ്ത്രീ എന്ന ശക്തി ഉണർന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം പോലും നിലച്ചു പോകാനുള്ള ശക്തി, ഊർജമുള്ളതാണ് ഈ സ്ത്രീ എന്ന അമ്മയായും ശക്തിയായും എല്ലാ തരത്തിലും ഈ ലോകത്ത് വിലാസിക്കുന്ന സ്ത്രീ എന്ന പദത്തിൻ്റെ അർത്ഥം സ്ത്രീകളും ഈ സമൂഹം അറിയണമെന്നുള്ളൊരു മഹത്തായ ലക്ഷ്യമാണ്. സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സ്ത്രീകൾ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്ന വെറും ഉപകരണമല്ല, മറിച്ച് ആത്മീയ ഊർജത്തിൻ്റെ ഉറവിടമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടി പോലും നിലനിൽക്കുന്നത് സ്ത്രീ എന്ന ആ മഹാശക്തിയിലാണ്. സ്ത്രീയില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ജീവജാലങ്ങളില്ല, ഉത്ഭവങ്ങളില്ല. പക്ഷേ ആ മഹത്തായ ദിവ്യമായ കാരുണ്യത്തെ ലോകത്ത് കൊണ്ടുവരണമെങ്കിൽ സ്ത്രീ സ്വയം ശാക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വേദിയിൽ വഹിക്കുന്ന പ്രമിള ചേച്ചി, അതുപോലെ അശ്വതി മണികണ്ഠൻ എല്ലാവരും സ്ത്രീകൾക്ക് വേണ്ടി, നാട്ടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ജീവിതം പോലും ബലിയർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി, സ്ത്രീജനം മാത്രമല്ല സമൂഹത്തിൽ എല്ലാ നന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് ഈ ലോകത്ത് ആവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ. അതിനുവേണ്ടി നമ്മൾ പല സമിതികളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. എല്ലാവരും പ്രവർത്തിച്ച് പല രീതിയിലും പ്രവർത്തിച്ചുകൊണ്ട് ഒരു വലിയൊരു പ്രസ്ഥാനം നമുക്ക് ഇവിടെ ഉണ്ട്. എങ്കിലും
അതിനോട് ഒരു ഊർജം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ സ്ത്രീ ശക്തി വൃന്ദം എന്നുള്ള ഒരു പേരിൽ ഇവിടെ രൂപീകൃതമായിരിക്കുകയാണ്. സ്ത്രീ ശക്തി വൃന്ദം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ശക്തി പറഞ്ഞാൽ ഊർജ്ജമാണ്, ഈശ്വരീയ ഊർജ്ജമാണ്, വൃന്ദം എന്ന് പറഞ്ഞാൽ യോഗമാണ്, കൂട്ടമാണ്. സ്ത്രീ എന്ന പദത്തിലൂടെ ലോകത്ത് വലിയൊരു സന്ദേശം നമ്മൾ കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഒരു രൂപീകൃതമായ പ്രസ്ഥാനത്തിൻ്റെ തുടക്ക പ്രവർത്തനത്തിന് വേണ്ടി നമ്മളിവിടെ അതിൻ്റെ കാര്യക്രമങ്ങൾക്ക് വേണ്ടിയാണ് പ്രമിള ചേച്ചിയെ നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. സ്ത്രീശക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് പ്രവർത്തിച്ച് പ്രായോഗിക തലത്ത് വന്ന് അത് വലിയൊരു ഊർജ്ജമാകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ശാക്തീയമായ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചെറിയ പോയിന്റുകൾ മാത്രം നിങ്ങൾക്ക് തരാം. സ്ത്രീ ശക്തി എന്ന വൃന്ദത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സ്ത്രീ ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും, സാമൂഹിക എല്ലാ തലത്തിലും, ഈ ലോകത്ത് എല്ലാ തലത്തിലും ശക്തി ആർജിച്ച ഊർജ്ജമായി മാറണം. അവർ ദൈവതുല്യരായി തീരണമെന്നുള്ളതാണ്. ഈശ്വരൻ്റെ പ്രതിരൂപമായ ശക്തിരൂപിണിയായ ആ മഹാശക്തിയായി പരിവർത്തനം ചെയ്യണം, ശക്തി രൂപിണിയായിട്ട്. അതാണ് സ്ത്രീ ശക്തിയുടെ ആദ്യത്തെ ഉദ്ദേശ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള അർഹത, സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് സ്ത്രീകൾക്ക് ഉള്ള സ്ഥാനം നമ്മൾ പഠിപ്പിക്കണം. അവർക്ക് ഈ ലോകത്ത് അവരുടെ അംഗീകാരം എന്താണെന്നുള്ളത് സമൂഹത്തിൽ വിളിച്ചു പറയേണ്ട ചുമതല നമ്മൾക്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും പ്രശ്നം, സ്ത്രീകളുടെ മാനസികമായ, ആരോഗ്യപരമായ, ശാരീരികപരമായുള്ള ബലഹീനതകളെ മുതലെടുക്കുന്ന സമൂഹത്തിൽ ശക്തരായി നമ്മൾ മാറണം. കാരണം സ്ത്രീക്കും പുരുഷനും വലിയുള്ള വ്യത്യാസം. പുരുഷൻ എന്നുള്ളത് ശക്തനാണ് എന്ന് നാം പറയും, പക്ഷേ ഏറ്റവും ശക്തിമത്തായിട്ടുള്ളത് സ്ത്രീയാണ്. അവരുടെ ആരോഗ്യ പരിസ്ഥിതിയിൽ നിന്നും അവർ തള്ളമാറ്റപ്പെട്ടിരിക്കുകയാണ്. പുരുഷനേക്കാളും 10 ഇരട്ടി കഴിവുള്ള, ശക്തിയുള്ള ഊർജത്തിലേക്ക് സ്ത്രീ ഉണരണം. അതിനുള്ള വ്യവസ്ഥകൾ നമ്മൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നത തലത്തിലുള്ള പഠനത്തിലേക്ക് നമ്മളുടെ സ്ത്രീ ശക്തികൾ ഉണരണം. അവരുടെ ഓരോ പദവികളിലും ഇപ്പോൾ നമുക്കറിയാം പല മേഖലകളിലും എത്തുന്നുണ്ട്. അവരെല്ലാം ആ മേഖലകളിലേക്ക് നമ്മൾ ഉയർത്തണം. അതിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കും അത് തുടങ്ങണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ലോകത്ത് ചെയ്യാനുള്ള സേവന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമ്മൾക്കറിയാം. സ്ത്രീകൾക്ക് ചെയ്യാനുള്ള സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. നിർധനരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക. സമൂഹത്തിൽ ഒരുപാട് കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ കലാ സാംസ്കാരിക പരിപാടികൾ എന്നുള്ള രീതിയിൽ ഒരു ക്രമം നമ്മൾക്കുണ്ട്. അത് നടന്നു വരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായ ഒരു പഠന ശിബിരത്തിലേക്ക് നാം പോവുകയാണ്. സ്ത്രീകൾ പഠിക്കേണ്ട ആധ്യാത്മിക പഠനങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇന്ന് സമൂഹത്തിൽ പല കാര്യങ്ങളും, ആധ്യാത്മിക കാര്യങ്ങളെല്ലാം സ്ത്രീകൾ ഒരുവിധം പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ നമ്മളെ വൈദിക സമ്പ്രദായത്തിലുള്ള സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, വേദമന്ത്ര പഠനം, സഹസ്രനാമ പഠനം, പൂജാ പഠനം, ഹോമം, യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, അങ്ങനെ ഇതിഹാസ പഠനങ്ങൾ, പുരാണങ്ങൾ, എല്ലാ ശാസ്ത്രത്തെയും ഇനി പുരുഷൻ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ പഠിക്കാൻ ഇടയില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഠന ശിബിരമായി പഠിപ്പിക്കുവാനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. നമ്മൾക്ക് അതിന് വേണ്ടത് നമുക്ക് കായികമായിട്ടുള്ള വ്യായാമം, അതുപോലെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ആയോധന കലകൾ, കളരി, യോഗ എന്നുള്ള കരാട്ടെ, എല്ലാ സംവിധാനങ്ങളിലേക്കും നമ്മൾ എത്തിക്കണമെന്നുള്ളത് നമ്മൾ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്ന ഈ സ്ത്രീ വൃന്ദത്തിലേക്ക് നമ്മൾ എത്തിക്കണമെന്നുള്ള മഹത്തായ ലക്ഷ്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് ഒരു ശക്തി മാത്രമല്ല, ജ്ഞാനത്തോടുകൂടിയുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ഏത് കാര്യവും ചെയ്യാൻ കഴിയൂ. ശക്തന്മാരായിട്ടുള്ളവരെ കൊണ്ട് സംഭവിക്കുന്നത് എന്തും അടിച്ചമർത്താൻ സാധിക്കും. പക്ഷേ അറിവോടുകൂടി ചെയ്യുന്ന ശക്തി മാത്രമേ വിജയിക്കുള്ളൂ. അത് സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. ആ ഊർജത്തെ നമ്മൾ നേടിയെടുക്കണം എന്നുള്ളത് മഹത്തായ ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ചെറിയൊരു വിഷയമല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഈ യാഗവേദിയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഭാരതം ലോകത്തിൻ്റെ മാതൃകയായി, ഭാരതാംബയുടെ ചൈതന്യമായി വിളങ്ങാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ സ്ത്രീ ശക്തി ബന്ധത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ലോകത്ത് വലിയൊരു മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത് പോലെ ആത്മീയമായും കായികപരമായും എല്ലാ തരത്തിലുമുള്ള ഉണർച്ചയുണ്ടായിക്കൊണ്ട് ഇന്ന് ലോകത്ത് ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കേണ്ടത് നമ്മളുടെ അമ്മയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാനുള്ള പാഠ്യവിഷയങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീശക്തി ബന്ധത്തിൽ എല്ലാ സജ്ജനങ്ങളെയും കൂട്ടായ്മയിലൂടെ ഇവരെ പോലുള്ള ഒരുപാട് പ്രവർത്തകരുടെ
പ്രവർത്തന പരിചയം നമ്മൾക്ക് ആവശ്യമാണ്. അവരെ എല്ലാവരും ചേർത്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളുള്ള സ്ത്രീകളെ ജ്ഞാനസ്വരൂപിണിയായ മാതൃരൂപിണികളായ അമ്മമാരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ലോകത്തൊരു പുതിയൊരു പാത വെട്ടിത്തെളിക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിന് ലോഗോ പ്രകാശനത്തിന് നമ്മൾ പ്രമിള ചേച്ചി വന്നിട്ടുണ്ട്. അവർ ആരാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പാലക്കാട് നഗരസഭയിൽ ചെയർപേഴ്സണായിട്ട് രണ്ട് തവണ അതുപോലെ തന്നെ 10-25 വർഷമായിട്ട് അവിടുത്തെ കൗൺസിലറായിട്ടില്ലോ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാണ്. ഞാൻ ചേച്ചി അറിയുന്നത് 25 വർഷം മുൻപുള്ള പരിചയമാണ്. ഞാനും ചേച്ചിയും അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആത്മബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് അതുപോലുള്ള ആ ബന്ധങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് അവരുടെ നന്മയാണ്. അവർ ഈ ലോകത്തിന് വേണ്ടി സേവനമാണ്. ചേച്ചിയുടെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സാത്വികമായ ധാർമ്മികമായ മൂല്യങ്ങളോടുകൂടി സത്യസന്ധമായി ധർമ്മത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അതിലുപരി മതങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ശാസ്ത്രപരമായി പഠിച്ചു വരുമ്പോൾ നമ്മൾക്ക് വലിയൊരു ഉണർവുണ്ടാവും. അതിനുവേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു വേദമന്ത്ര പാഠശാല വരാൻ പോവുകയാണ്. നമ്മൾ വിചാരിക്കും വേദമന്ത്രങ്ങളെല്ലാം ഒരു സമൂഹത്തിൽ ഒരു സമൂഹം ആരോ ഒരാൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതകൾ മാത്രം പഠിക്കേണ്ട വിഷയമാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. വേദങ്ങൾ നമുക്ക് ഋഷികൾ നൽകിയിട്ടുള്ളത് ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അറിവും കഴിവും തിരിച്ചറിവും നേടി ജീവിക്കുവാനുള്ള ശാസ്ത്രങ്ങളും മന്ത്രങ്ങളുമാണ് അതിലുള്ളത്. അതിനുവേണ്ടി ഇവിടെ ഈ വേദ പാഠശാല നിർമ്മിക്കാൻ പോവുകയാണ്. അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ആർക്കും അവിടെ കടന്നു ചെന്ന് പഠിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അത് ഈ സ്ത്രീശക്തി വൃന്ദത്തിൻ്റെ വലിയൊരു പ്രവർത്തനമായിട്ടാണ് ഇതിന് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരാൻ പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും വേദമന്ത്രം മാത്രമാണ്. വേദമന്ത്രം മാത്രമല്ല, ശാസ്ത്ര പഠനമുണ്ട്, യോഗയുണ്ട്. അങ്ങനെ എല്ലാം വൈവിധ്യമാർന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേന്ദ്രത്തിൽ ഒരു വേദ പാഠശാല ആരംഭിക്കുകയാണ്. സനാതന ധർമ്മ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് ഒരു പരിധിക്ക് എത്താമെങ്കിലും ആചരണങ്ങളും ഉപാസനങ്ങളിലൂടെ മാത്രമേ ഈ ലോകത്ത് മാറ്റം സംഭവിക്കൂ. അതുകൊണ്ട് വേദപാഠശാലയിലൂടെ നമ്മൾക്ക് വളരാനുള്ള സാഹചര്യം ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വേദപാഠശാലകൾ പല ഭാഗത്തുണ്ട്. അത് സാമ്പ്രദായിക പ്രകാരമുള്ള വേദപാഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സാമൂഹ്യ തലത്തിലുള്ള എല്ലാവർക്കും നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. വേദഗുരുകുലങ്ങളിൽ പഠിച്ച് 12 വർഷം അല്ലെങ്കിൽ 6 വർഷം പഠിച്ച് വരുന്ന ഗുരുകുല വിദ്യാഭ്യാസത്തിലുപരി സമൂഹത്തിലെ എല്ലാവർക്കും വേദത്തെക്കുറിച്ച് തിരിച്ചറിയാനുള്ളൊരു സന്ദർഭമാണ്. നമ്മളെ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ പോലും നമ്മുടെ സമൂഹത്തിൽ വേദം ആണെന്ന് പറയാൻ പോലും അറിയാത്ത നമ്മളുടെ ഒരു സംസ്കാരമുള്ള ഹൈന്ദവ ജനത മാറിയിരിക്കുകയാണ്. അത് പഠനമില്ലായ്മയാണ്. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ആശ്രമങ്ങളും സത്യത്തിൽ ഈ പഠനങ്ങളിലൂടെ ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടതാണ്. ക്ഷേത്രങ്ങളിൽ ആരാധനകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹം വാങ്ങിച്ച് പോകുന്നതിലുപരി ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ ശാസ്ത്ര പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സത്യത്തിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ നമുക്കറിയാതെ പോകും. സനാതന ധർമ്മം വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന തലമുറ രക്ഷപ്പെടുത്തണമെങ്കിൽ ധർമ്മമാർഗങ്ങളിലേക്ക് പഠിപ്പിക്കും. അറിയുന്നത് വേദമന്ത്രം പഠിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അനേകമായിരം മന്ത്രങ്ങളുള്ള ഈ വേദശാസ്ത്രം എങ്ങനെ പഠിപ്പിക്കാം? വേദമന്ത്രങ്ങളുടെ എല്ലാ മൂലം വഴങ്ങി ഒരൊറ്റ ഗായത്രി മന്ത്രം ജപിച്ചാൽ ചതുർവേദങ്ങളെയും സാക്ഷാത്കരിക്കാൻ പറ്റും. വേദമന്ത്രം പഠിക്കാൻ പറ്റാത്തവർക്ക് ഗായത്രി എന്ന മഹാമന്ത്രം പഠിച്ചുകൊണ്ട് വേദസത്യത്തെ ഉയരാം. വേദം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിലൂടെ ഉയരാം. അങ്ങനെ ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾ ഈ സ്ത്രീ ശക്തി വൃന്ദത്തിലൂടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ദിവ്യമായ ഒരു ശക്തി വിശേഷണം നമ്മളെ പ്രമിള ചേച്ചിയിലൂടെ ആ ലോഗോ പ്രകാശനം നടത്താൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ലോകത്ത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്